ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു. തീർത്ഥാടകർക്ക് ആശ്വാസം, നമുക്കും ആശ്വാസം. വാരാന്ത്യത്തിലെ തീർത്ഥാടക പ്രവാഹം മുന്നിൽ കണ്ട് കൂടുതൽ ക്രമീകരണങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ സ്വമേധയാ ഹൈക്കോടതി കേസെടുത്തിരുന്നു. ആ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ശബരിമല സന്നിധാനത്ത് നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. സാധാരണ ആഴ്ചകളിലൊക്കെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടേണ്ട അല്ലെങ്കിൽ തിരക്കിന് തുടക്കം കുറിക്കേണ്ട ഒരു ദിവസമാണ്. ഇന്നും സമാന രീതിയിൽ തിരക്കുണ്ട്. പക്ഷേ ആ തിരക്ക് ഇവിടെ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുതിയ ക്രമീകരണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾക്ക് കൃത്യമായി തന്നെ സുഗമമായി ദർശനം നടത്തി മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രശ്നങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ദേവസ്വവും പോലീസും സർക്കാരുമൊക്കെ എടുത്തതിന്റെ ഭാഗമായാണ് സുഗമമായി ഇപ്പോൾ ദർശനം നടക്കുന്നത്. ഇപ്പോൾ ഒരു മിനിറ്റിൽ 80ഓളം തീർത്ഥാടകരെ പടികയറ്റാൻ പോലീസിനാകുന്നുണ്ട്. ഒപ്പം ഈ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായി വെള്ളവും ലഘുഭക്ഷണവും ഒക്കെ കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ അധികമായി ഒരുക്കിയതായി ഇന്നലെ ദേവസ്വം പ്രസിഡന്റ് പറയുകയും ചെയ്തിരുന്നു. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ നടത്തിയ ഒരു പരിശോധനയിൽ നമുക്ക് മനസ്സിലായത്. മരക്കൂട്ടം മുതൽ നമ്മൾ സന്നിധാനം വരെയുള്ള നമ്മുടെ യാത്രയിൽ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ ക്രമീകരണങ്ങൾ ക്യൂ കോംപ്ലക്സുകളിലടക്കം ദേവസ്വം ബോർഡിന് ഒരുക്കാനായിട്ടുണ്ട്. ഇന്ന് തിരക്ക് കൂടുതലുള്ള ദിവസമാണ്. പക്ഷേ ആ തിരക്കിലും ആളുകൾക്ക് കൃത്യമായി തന്നെ ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ മികച്ച രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. നാളെയും മറ്റന്നാളും ഇന്നത്തേക്കാൾ കൂടുതൽ തിരക്കുണ്ടാകുന്ന ദിവസമാണ്. അപ്പോഴും ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡ് അടക്കം പറയുന്നത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത, 26 ദിവസത്തിന് ശേഷം ഈ തീർത്ഥാടന കാലത്തെ നടവരവ് കണക്കുകൾ ഇന്ന് ദേവസ്വം ബോർഡ് പുറത്തുവിടും. സാധാരണഗതിയിൽ അത് 10 ദിവസം കൂടുമ്പോൾ പുറത്തുവിടേണ്ടതായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകാതിരുന്നപ്പോൾ വിമർശനങ്ങൾ കടുത്ത രീതിയിൽ ഉണ്ടായിരുന്നു. അതായത് നടവരവ് കുറവാണ്, ഇത്തവണ കാണിക്ക വന്നില്ല, പ്രസാദ വിൽപ്പനയിൽ ഗണ്യമായ കുറവുണ്ടായി എന്നടക്കമുള്ള വിമർശനങ്ങളും വന്നിരുന്നു. പ്രധാനമായും ചില കേന്ദ്രങ്ങളിൽ നിന്നും കാണിക്ക അർപ്പിക്കരുതെന്നടക്കമുള്ള പ്രചാരണങ്ങളും ശക്തമായി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായൊക്കെയാണ് ഈ വിമർശനങ്ങൾ ഉയർന്നത്. എന്തായാലും ഇന്ന് ദേവസ്വം ബോർഡ് നടവരവുമായി ബന്ധപ്പെട്ട കണക്ക് പുറത്തുവിടുകയാണ്. തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ തുടരുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ശബരിമല സന്നിധാനത്ത് നിന്ന് അശ്വിൻ പാലാഴിയാണ് നമുക്കൊപ്പം ചേർന്നത്.